ടെക്കൂടക്കിൻ്റെ അടുത്ത പുതിയൊരു അതിമനോഹരമായ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കൂടെയുള്ള ഞാൻ അൽത്തോഫാണ്. ഡേവിഡ് മാത്യു. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് വിഴിഞ്ഞത്തായിരുന്നു. വിഴിഞ്ഞത്ത് പോയ സമയത്ത് അവിടെയുള്ള കുറേ പേര് പറഞ്ഞു വിഴിഞ്ഞത്തെ യഥാർത്ഥ മനോഹാരിതയോടെ കാണണമെങ്കിൽ ഒരു ഭാഗത്തേക്ക് പോയി നിൽക്കണം. എവിടെയാണത്? അത് ആഴിമലയിലാണ്. നമ്മൾ ഇന്നുള്ളത് ആഴിമലയിലാണ്. ആഴിമലയിലാണ്. അതെ. നീ ജീവസമാധി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇല്ല. ഞാൻ കുറച്ചുകൂടെ എളുപ്പം പറഞ്ഞുതരാം. പറഞ്ഞു. നിർവാണ എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെന്റ്. ഈ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു എൻലൈറ്റ്മെന്റ് നമുക്ക് കിട്ടും ഉറപ്പായിട്ടും. വർഷങ്ങളായിട്ട്, അതായത് പഞ്ചപാണ്ഡവന്മാരുടെ കാലം മുതലേ ആളുകൾ ഇവിടെ വന്നിരുന്നു. എന്തിനെ? ഈ ഒരു നിർവാണ കിട്ടാൻ, ഫീല് കിട്ടാൻ, എൻലൈറ്റ്മെന്റ് കിട്ടാൻ യോഗികൾ വന്നിരുന്ന സ്ഥലമാണ്. അപ്പൊ ഇനി അടുത്ത തവണ വരുമ്പോ ഫോട്ടോ എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് കൂടുതൽ ആലോചിക്കണം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ അങ്ങോട്ട് പോവാം. കൂടെ പോരും. ആഴിമലയിലാണുള്ളത്. നമുക്ക് ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു വിദേശ ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പരിചയപ്പെട്ടു നോക്കാം അല്ലേ? What's your name? Your name? Alessandro. Oh, very nice. Where are you from? Italy. എവിടെ? കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ സോ why do you come here actually? What attracts you to this place? Ayurveda. Hindu temples. Oh, Hindu temples. Yeah. So you are doing any kind of Ayurveda medicines and all? Are you taking any medicines? In Italy, we are Ayurveda therapists. Me and my wife. You are actually an Ayurveda therapist. Wow, nice. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. It's too hot in Kerala. It's too hot in Kerala. അതെ, തീർച്ചയായിട്ടും. അതിപ്പോൾ ഒരു ക്ലൈമറ്റിന്റെ ഒരു ഇതുകൊണ്ട്. ഓക്കെ, യുവർ ഫേവറേറ്റ് ഫുഡ് ഇൻ കേരള? Dosa. ദോശ. നമസ്കാരം. പേരെങ്ങനാ? എൽവിൻ. ചേച്ചി? രാജി. ബിന്ദു. പേരെങ്ങനെ? ലക്ഷ്മി. ഷാരി. സിന്ധു. അവിടെ? രജനി. ചേട്ടാ? അഖില്. പേര്? സ്റ്റീവൻ. ശ്രീകുമാരി. ഓക്കെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങള് കുമ്പനാടെന്ന് പറയും. കുമ്പനാട്. പത്തനംതിട്ട ജില്ല. തിരുവല്ല അടുത്തായിട്ട്. എനിക്കറിയാം, നമ്മൾ അറിയാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ്, ഉല്ലാസമുള്ള ആനന്ദരാക്കാനാവുമല്ലോ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭക്തിപരമായിട്ടും കാര്യങ്ങളുണ്ട്, മാത്രമല്ല നമുക്ക് പ്രകൃതിദത്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാം. എന്താണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളത്? ഞങ്ങൾ ആക്ച്വലി ഒരു 1 day ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് പരിപാടികളൊക്കെ. അതെ, അപ്പം അതുകൂടൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചാണ്. പാട്ട് പാടുന്നത് സ്വന്തം അനിയനെ പറയാൻ വെച്ചിട്ട് പഠിക്കും. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീഥികളിൽ എന്നും നീ വന്നു. ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീഥികളിൽ. ഒന്ന് എല്ലാവരും സൂപ്പറായിട്ട് പാടി. അപ്പോൾ ഞാൻ പാട്ട് പാടി. ഓക്കെ, ഞാനൊരു ചെറിയ ഗെയിം തരും. ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അതായത് ഞാൻ 3-4 സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് ആ സ്ഥലങ്ങൾ വെച്ചിട്ട് സിനിമാ പേര് ഗസ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഒരാൾ മുന്നിലേക്ക് വരാമെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറ്റും. സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ ധൈര്യത്തോടെ അങ്ങോട്ട് പറയണം. ഇപ്പൊ നോക്കണ്ട, ഒളിഞ്ഞു നോക്കണ്ട, കാണിച്ചു തരും ഞാൻ. ഓക്കെ, നമുക്ക് കാണിച്ചു തരാം. നോക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് സ്റ്റീഫൻ പറഞ്ഞാൽ മതി. ഞാനിവിടെ എണ്ണും 10 വരെ എണ്ണും. ഒരു ഞണ്ടിന്റെ പടമാണ്. അത് കഴിഞ്ഞൊരു സാധനം പോലെ, പിന്നെ ഒരു ഇത്, പിന്നെ പുള്ളി സിനിമാണന്റെ പടം. ഇത് കാണുമ്പോൾ വേഗം ഒരു സിനിമാ പേരാണ്. എല്ലാവരും വേണമെന്ന് നോക്കിയോ? പക്ഷെ കുറച്ച് നീളമുള്ളൊരു സിനിമാ പേരാ. പറ്റും, നിങ്ങൾക്ക് പറ്റും.
ഒന്ന് ആ, അത് കൈയടിച്ചോട്ടെ. പക്ഷേ ആ പുള്ളിക്കാരൻ പറഞ്ഞത്, പുള്ളിക്കാരൻ അഖിൽ. അപ്പോൾ ശരി ഉത്തരം പറയാം. നമ്മുടെ ടീമിന് 4 വിഷ് മാറ്റേഴ്സ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു ജെം പില്ലോ. എല്ലാവരും വരും, കൈയടിച്ചു കൊടുക്കും. ഒന്ന് കൈയടിച്ച് സ്വീകരിച്ചേ. ഓക്കെ, അതെ. കൂടാതെ നമുക്ക് ഇപ്പുറത്തുനിന്ന് വേറെ ഗിഫ്റ്റ് കൂടെ കൊടുക്കാനുണ്ട്. ഇയോ വിൽക്കുന്ന ഗ്രേപ്പ് ജ്യൂസ്. ചേച്ചി തോന്നേ, സ്ത്രീകൾക്ക് പിടിക്കൂ. അടുത്ത ഒരാൾ വരും, വരും ഇങ്ങോട്ട് വരും. ഇയോ വിൽക്കുന്ന ഒരു ഗ്രേപ്പ് ജ്യൂസ്, നല്ല ചൂടൊക്കെയാണ്. എല്ലാവരും ജ്യൂസ് കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ആഴിമലയിൽ നിന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറുള്ള നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എനിക്ക് വിശന്നിട്ട് വയ്യ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അതിന് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിവിടെ സുഭദ്രാമ്മയുടെ കട, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള കടയാണ്. ഞാൻ പറഞ്ഞില്ല, മറ്റേ നല്ല അടിപൊളി മീനൊക്കെ കിട്ടുന്നത്. അതെ, അക്ഷയപാത്രം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ഫുഡ് കഴിക്കണം, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. പോവാ. ആഴിമലയിൽ നിന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറുള്ള നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എനിക്ക് വിശന്നിട്ട് വയ്യ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അതിന് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിവിടെ സുഭദ്രാമ്മയുടെ കട, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള കടയാണ്. ഞാൻ പറഞ്ഞില്ല, മറ്റേ നല്ല അടിപൊളി മീനൊക്കെ കിട്ടുന്നത്. അതെ, അക്ഷയപാത്രം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ഫുഡ് കഴിക്കണം, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. പോവാ. അപ്പോൾ നമ്മുടെ സുഭദ്രാമ്മയുണ്ട് കൂടെ. ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്ന അമ്മയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ 1 കിലോ അരിയിട്ട് വിറ്റ് വന്ന ഞാൻ അപ്പുറത്തെ കടയിൽ വെച്ച് അതോടെ ആ കട കുഞ്ഞു മണ്ണാണ് എന്നെ വളർത്തി അവിടെ വെച്ച് തന്നെ ഞാൻ എല്ലാ സ്റ്റേറ്റിൽ നിന്നും സ്വർണം വാങ്ങിച്ചു. അമേരിക്കയിൽ നിന്ന് 1 പവനും 1 ഗ്രാൻഡ മാലയിട്ട് പൊന്നാട ഇട്ട്, ചെന്നൈയിലെ ജടിച്ച് 3 ഗ്രാൻഡ മുതിരമിട്ട് പൊന്നാട ഇട്ട്, ജർമ്മനിക്കാർ വന്ന് അത് എത്ര ചാനലുകാർ ശ്രമിച്ച് ഒരു വലിയ മാല ഇട്ടിട്ടുണ്ട്. അത് ഇത്ര പകരം നല്ല ആക്കം മതിക്കാൻ എത്ര. പിന്നെ ഓരോ സ്റ്റേറ്റിൽ നിന്നും മോതിരം തന്നെ കൂടുതലും. സിറ്റിയിലെ നാട്ടിലെ മക്കളും പൊതുജനങ്ങളും സഹോദരങ്ങളും ആണും പെണ്ണും എല്ലാവരും കൊണ്ട് എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത്. ഒന്നുമില്ലാതെ കിടന്ന എന്നെ ഞാൻ വീടുകളിൽ വേലയ്ക്ക് നിന്നിട്ടുണ്ട്, മഠങ്ങളിൽ നിന്നിട്ടുണ്ട്. അപ്പോഴേ പള്ളിയിൽ അച്ഛന്മാർ പറയും എന്നെ നോക്കിയിട്ട്, വളരാൻ ദിവസം കിടക്കണം, വളർന്നു വരുമെന്ന്, ഉയരങ്ങളിലെത്തുമെന്ന്. ഇന്ന് ലോകം അറിഞ്ഞ പേരായി. ഒരു SI വന്നാലും അമ്മ എന്ന് വിളിച്ച് കയ്യെ പിടിച്ച് ഉമ്മൻ തരും. SP വന്നപ്പോഴും നെഞ്ചോടണച്ച് നീ കരഞ്ഞു കാണരുത്, സന്തോഷമാറ്റി ജീവിക്കണം, ഞങ്ങൾ കാണണം. എല്ലാവർക്കും, സർക്കാരിന് എല്ലാവർക്കും ഞാൻ നല്ല അമ്മയാണ്. എന്നെ വളർത്തിയ എല്ലാ ചാനലുകാർക്കും ഞാൻ ഡെയിലി നന്ദി പറയണം. അവർക്ക് ദീർഘായുസ് മക്കൾക്ക് ഉണ്ടാവണം, അവർ വളർന്ന് കാണണം. ഞാൻ വളർന്നതിനേക്കാൾ ഈ കുഞ്ഞു മക്കൾ നിങ്ങൾ ഉയരങ്ങളിലെ ആവണം. ഈ അക്ഷയപാത്രം എന്നുള്ള പേരെങ്ങനെ? അതേ തിരുവനന്തപുരം കോളേജിലെ പ്രൊഫസർ ഇട്ട പേരാണ്. അങ്ങനെ പറയാൻ പറ്റി. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഓർഡർ ചെയ്യുന്ന മീൻ ഐറ്റം ആണോ? അത് എല്ലാ ഐറ്റവും. ഇവിടത്തെ ഊണ് കഴിക്കാൻ തന്നെ വെയിറ്റ് ചെയ്യുന്നു. എത്ര സമയം തൊട്ട് 1 മണിക്ക് വിളമ്പ്. 1 മണി മുതൽ രാത്രി 8 മണി വരെ ഈ ഊണ് തന്നെ കൊടുക്കും. തിരക്ക് തന്നെ. ഞാൻ 7 മണിക്ക് ക്ലോസ് ചെയ്യും. ഇവിടെ ഒരുപാട് നിഷ്ഠകളുണ്ടെന്ന് പറയുന്നു. ഭക്ഷണം കളയാൻ പാടില്ല. എത്ര വേണോ കഴിക്കാം. പൈസ ഇല്ലെന്ന് വിശന്ന് വന്നാൽ ഞാൻ കൊടുക്കും, ചോദിക്കാൻ നിൽക്കില്ല. കള്ളം പറയരുത്. എത്ര വേണം, കാശില്ലേ, ഞാൻ കഷ്ടപ്പെട്ടവളാണ്, വണ്ടിക്ക് പൈസ കൊടുക്കും. നീ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോ.
അത് നമ്മളെ കടം വേണം. നമ്മൾ അധ്വാനിക്കുന്ന ഒരു അംശം പാവങ്ങൾക്കും കൊടുക്കണം. ആ, ഇതാണ് എൻ്റെ ആഗ്രഹം. ഈ കട കൊണ്ട് എത്രയും ജോലിക്കാർ ഇപ്പം ജീവിക്കുന്നു. തീർച്ചയായിട്ടും 10ഓളം പേര് ജോലിക്കുണ്ട്. എത്ര സഹായികൾ, എത്ര ആളുകളുണ്ട് ഇവിടെ? സഹായിക്കും ഈ മോൻ മാത്രം. അത് ഒരാഴ്ച കൂടിയെ കാണും. അവൻ ജോലിയാണ്. ആണ്. അവൻ ജോലി വേറെ തൊഴിലാളികൾ എത്ര പേരുണ്ട്? 10 പേരുള്ളൂ. അവർക്കും തൊഴിൽ കൊടുക്കുവോ? 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എന്റർപ്രണറാണ്. അടിപൊളി. അപ്പൊ ആ കൈ കൊണ്ടുവന്നു ഞാനൊരു മുത്തം വെച്ചോട്ടെ. ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്നതല്ലേ? അത് 1200, 800, 900 ഇതാണ് ഇവിടുത്തെ ശമ്പളം. ആണ്. ശമ്പളം കൊടുക്കുന്നു, തൊഴിലുണ്ട്, നല്ല ജോലിയുണ്ട്. അപ്പൊ നമുക്ക് ആഹാരം തരത്തില്ലേ? പിന്നെ തരും, വിളമ്പി തരും. ഞങ്ങൾ എന്തായാലും ആ കൈപ്പുണ്യം ഞാൻ വിളമ്പി തരും. തരും, വിളമ്പി തരണം. കൈപ്പുണ്യം അറിഞ്ഞിട്ട് ഞങ്ങള് വേസ്റ്റ് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുമല്ലോ. വാങ്ങിക്കും. കളയരുത് ആഹാരം. ആഹാരം കളയരുത്. എനിക്ക് കഴിക്കുന്നതാണ് സന്തോഷം. നമ്മൾ മക്കളെ ഒരു വെയിറ്റിൻ്റെ ആഹാരത്തിന് നിങ്ങൾ കുഞ്ഞു മക്കളെ കഷ്ടം അറിഞ്ഞിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് വളർന്നവളാണ്. ഞാൻ വേലയ്ക്ക് നിൽക്കാത്ത വീടില്ല. ഒരു ആഹാരത്തിന് വേണ്ടി ഞാൻ വരുന്നില്ല. കണ്ണീരൊഴിച്ച് ഇങ്ങനെ കൈ നീട്ടിയില്ലെന്നേ ഉള്ളൂ. എന്നെ ഈ നിലയ്ക്ക് എത്തിച്ച ദൈവത്തോടെ നാട്ടിലെ മക്കളോട് നന്ദിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആഹാരം അപ്പോൾ കഴിച്ചതിൽ എത്രയൊന്നും ഇല്ലല്ലോ. സാധാ ഊണല്ലേ. പൊതിഞ്ഞത് 200, കഴിച്ചത് 300, 500 രൂപ. ശരിയായ കറക്റ്റ് കണക്കൊക്കെ എല്ലാം തെറ്റാണ്. അപ്പൊ നമുക്ക് ഇനി രുചി അറിയട്ടെ. ശരി, ഒരു കേവള കാലിയായ മക്കളെല്ലാരും ഇരിക്കും. തീർച്ചയായും. From Bangalore. My name is Ramani. Yeah, this is my son. He came from France after 2.5 years. He's a big foodie. Wow. So we thought we'll drive down, and so we came to my auntie's place. Oh. And we drove to this place. Okay. Say a couple of months back we came as a family, my husband and my other son, but we couldn't find this place because this was located somewhere in another place. So we just searched and came here. It was an awesome food, I can tell you. It's not the usual stuff that you get anywhere else. Every the side dish that they kept, they were really awesome and worth the money for a meal. So I think Kevin could say, because he never had, this kind of a food for the past 2 years. So he has to. We also came a few years ago to the old place, which is just down the road, and the same taste for the kappa, the fish curry, the fish fry. That same taste is like bringing back those memories also. So I'm so glad that we came searching for this place all the way from Bangalore. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചീനി നല്ലോണം വന്നിട്ടുണ്ട്. ഇനി വേണോ? പിന്നെ എല്ലാം വേണം. മതി, അതത്ര മതി. കൊണ്ടുപോവാ. കഞ്ഞോളം ഉണ്ട്. അവിയൽ വെച്ചായിരുന്നോ? കിട്ടി കുറച്ച് മതി. അതെ, അമ്മ തന്നാ ഞാൻ മേടിക്കും. ഇവിടെ ചമ്മന്തി ഉണ്ട്. കിട്ടി വെച്ചോ. മതി. ചിക്കൻ വേണോ? വേണ്ട കിട്ടി. ഉണ്ട്. ഇത്രയും കൂടി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കൂട്ടോ. ഒരു മുഴുവൻ മീൻ വെച്ചോ 2 മക്കൾക്ക്. മതിയോ? ഓ പിന്നെ മതി. വേണോ? വേണ്ട എന്ന് പറഞ്ഞാണ്ടല്ലോ. ഫിഷ് എന്തായാലും നോക്കണം. എന്തായാലും അതെ, ഫിഷ് ഇങ്ങനെ പിച്ച് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ എടുക്കണം പതുക്കെ. എന്നിട്ട് ചോറുമായിട്ട് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് കറക്കി എടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടു. എന്തെങ്കിലും വേണോ? മീൻകറി ഉണ്ട്. തല വേണോ? ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് മീൻകറി ശരിയാണ്. എടുക്കാം. നമ്മൾ സാധാരണ ഫുഡ് ബ്ലോഗേഴ്സ് വെറുതെ പറയുന്ന പോലെയല്ല. അതെ, ഇത് സീരിയസ് ആയിട്ടും
നീ പറയുന്ന സമയത്ത് ഞാൻ തീർക്കും. അതുകൊണ്ട് നോക്കി നിന്ന് കൊതി വിടരുത്, വേഗം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞങ്ങൾ തീർത്തിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങളും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് വരിക, ഞങ്ങൾ തീർക്കട്ടെ. ഇങ്ങോട്ട് വന്നേ, പറയട്ടെ. ഇങ്ങോട്ട് വന്നു. ചോദിക്കേ. ആഹാരം കഴിച്ച് സാധാരണ വയറാ നിറയുന്നത്, ഇവിടെ മനസ്സ് മൊത്തത്തിൽ നിറഞ്ഞു. വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞു. അതെ, ഒരുപാട് സന്തോഷം ആണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. അതെ, എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ അമ്മേ, താങ്ക് യു, ഒരുപാട് നന്ദി. അപ്പോൾ ഞങ്ങൾക്ക് വയറും നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ. ഭയങ്കര ഹാപ്പിയായി. അമ്മയുടെ സ്പെഷ്യൽ മീൻ കൊണ്ട് ഇട്ടപ്പോൾ ഹാപ്പിയായി. അയ്യോ, ഇനി ഒരു കാര്യം പറയാം, എന്തൊക്കെയാണെങ്കിലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാൻ ഇനി ഒരു രക്ഷയില്ല, വയറ് നിറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അമ്മയുടെ ഫുഡും കഴിച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. കൂടെയുള്ള ഇറ്റ്സ് മീ ഡേവിഡ്, ഞങ്ങളുടെ സ്വന്തം അമ്മയോടൊപ്പം. ബൈ. രാജാ.